അവിചാരിതമായുണ്ടായ ദുരന്തത്തിൽ പകച്ചുനിന്ന വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകരെ കേരളം ഏറ്റെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് മാത്യുവിനെയും സഹോദരങ്ങളെയും തേടി ആദ്യമെത്തിയത്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടികളെ ആശ്വസിപ്പിക്കാൻ നേരിട്ടെത്തി. ഒപ്പം സഹായവും പ്രഖ്യാപിച്ചു. ഞങ്ങളൊരു 5 പശുക്കളാണ് ഒരാഴ്ചക്കകം തരും. നല്ലേനും പശുവിനെയാണ് ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതും എത്രയും പെട്ടെന്ന് ചെയ്യും. നടനും ക്ഷീരകർഷകനുമായ ജയറാമും കുട്ടികളെ സഹായിക്കാനെത്തി. തന്റെ പുതിയ സിനിമയായ എബ്രഹാം ഒക്സ്ക്ലറിന്റെ പ്രചാരണ പരിപാടികൾക്ക് വെച്ചിരുന്ന 5 ലക്ഷം രൂപ കുട്ടികൾക്ക് ജയറാം നേരിട്ടെത്തി കൈമാറി. ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം 5 ലക്ഷം രൂപ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. നടൻ മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ പണം കൈമാറും. PJ ജോസഫ് MLA കുട്ടികൾക്ക് ഒരു പശുവിനെ കൈമാറും. ഗുരുവായൂരപ്പൻ കോളേജ് കുട്ടികൾ 5 പശുക്കളെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിനിസ് രാജു ചേർന്ന് തത്സമയം. ജെയിൻ, ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഇന്നലെ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഇനി അവരെന്ത് ചെയ്യും എന്നതായിരുന്നു എല്ലാവരെയും പോലെ എൻ്റെയും ആശങ്ക. ജെയിനും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവും. ഇനി എന്താണ് തുടർ നടപടികൾ, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇതിനൊരു ആശ്വാസം കൊടുക്കുക എന്ന്. പക്ഷേ ഒരുപാട് ആശ്വാസവും സന്തോഷവും നമുക്കെല്ലാം, അല്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ ഞാനിവിടെ വരുമ്പോൾ ഈ തൊഴുത്തിൽ പശുക്കൾ 2 സൈഡിലുമായിട്ട് ചത്തുകിടക്കുകയായിരുന്നു. ചിലതിനെ JCB ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ കാലൊക്കെ കെട്ടി വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ആ ഭാഗത്തായിട്ടാണ് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ മറവ് ചെയ്തത്. അപ്പോൾ കുറേ നാട്ടുകാർ ഈ പശുക്കളെ വലിച്ചു നീക്കുന്നു. അതിനുശേഷം JCB ഉപയോഗിച്ചുകൊണ്ട് അത് പൊക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. മാത്യു ഇവിടെ ഉണ്ടായിരുന്നില്ല, ജോർജാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആ കുട്ടി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മാത്യു ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അതൊരു താങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ഒന്ന്, മിണ്ടാപ്രാണികളായിട്ടുള്ള ജീവികൾ ചത്തുകിടക്കുന്നു. അതിനെ ഓമനിച്ച് വളർത്തിയിരുന്ന വളരെ ചെറിയ കുട്ടികളായിട്ടുള്ള കർഷകർ അവർ ദുഃഖത്തോടെ നിൽക്കുന്നു. ഒരു വലിയ മരണം, കൂട്ടമരണം സംഭവിച്ച ആ വീട് എങ്ങനെയാണോ അതുപോലെ ഒരു വീടായിരുന്നു ഇന്നലെ ഇവിടെ വരുമ്പോൾ ഈ വീടെന്ന് പറയാം. പക്ഷെ ഇന്ന് നേരം പുലർന്നപ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങളാണ് അതിനുശേഷം ഉണ്ടായത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരായിട്ടുള്ള ചിഞ്ചുറാണിയും അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിനും നേരിട്ട് ഈ സ്ഥലത്തെത്തി അവർ 5 ലക്ഷം രൂപ 5 പശുക്കളെ ഉടൻ നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 മാസത്തേക്കുള്ള കാലിത്തീറ്റ, ഈ 5 പശുക്കൾക്കും ഇൻഷുറൻസ് പരിരക്ഷ, ഇനിയിപ്പോൾ വേറെ കൂടുതൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതിനുകൂടി സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തി. അത് ഈ 2 കർഷകരായിട്ടുള്ള കുട്ടികളെ മാത്രമല്ല പ്രതീക്ഷ നൽകുന്നത്, കേരളത്തിൽ അങ്ങോളമുള്ള ക്ഷീര കർഷകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു നടപടിയാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആരെങ്കിലും തങ്ങളുടെ കൂടെ നിൽക്കും എന്നൊരു പ്രതീക്ഷ നൽകുന്ന നടപടികളാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് നടൻ ജയറാം ഇവിടെ എത്തിയത്. തന്റെ പുതിയ സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന പണം 5 ലക്ഷം രൂപ അത് നേരിട്ട് ഈ കുട്ടികൾക്ക് കൈമാറി. അതോടൊപ്പം തന്നെ ഒരു ക്ഷീരകർഷകൻ കൂടിയാണ് ജയറാം. അപ്പോൾ ജയറാമിന് ഇതേപോലെ സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലെ പശുക്കൾ സമാനമായ രീതിയിൽ കൂട്ടത്തോടെ ചത്തു. അന്ന് അത്രത്തോളം ദുഃഖം അദ്ദേഹം അനുഭവിച്ചുവെന്ന് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ ക്ഷീരകർഷകൻ എന്ന നിലയിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ ആ ദുഃഖം കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചതെന്ന് പറയാം. അതിനുശേഷം ഈ കുട്ടികളോട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് പശുക്കളെ വാങ്ങണമെങ്കിൽ അതിനുകൂടി സഹായം നൽകാൻ അദ്ദേഹം തയ്യാറാണ്. ഈ മാത്യുവിനുമായി മറ്റെവിടെയെങ്കിലും പോയി പശുക്കളെ വാങ്ങാൻ പോകുന്ന സമയത്ത് താൻ കൂടി വരാം, തന്റെ അനുഭവം അല്ലെങ്കിൽ തന്റെ പരിചയം കൂടി ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന ഒരു വാഗ്ദാനം കൂടി അദ്ദേഹം നൽകി. അദ്ദേഹം ഇവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ആശ്വസിപ്പിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിയുടെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെയും സഹായ വാഗ്ദാനങ്ങൾ എത്തുന്നത്. പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ മമ്മൂട്ടി 1 ലക്ഷം രൂപയുമാണ് വാഗ്ദാനം ചെയ്തത്. 2 പശുക്കളെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് മമ്മൂട്ടി സഹായ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അപ്പം പൃഥ്വിരാജിന്റെ സഹായം ഇതിനകം തന്നെ ആ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ
ഗുരുവായൂരപ്പൻ കോളേജിന്റെ സഹായം എത്തി 5 പശുക്കളെ അവർ വാങ്ങി നൽകാമെന്ന് പറഞ്ഞു. ലുലു ഗ്രൂപ്പ് 10 പശുക്കളെ വാങ്ങുന്നതിനുള്ള പണം അല്പസമയം മുമ്പ് വീട്ടിലെത്തി കൈമാറി. PJ ജോസഫ് തന്റെ ഫാമിൽ വളർത്തിയിരുന്ന പശുവിനെ, കരീന എന്ന് അദ്ദേഹം ഓമനിച്ച് പേരിട്ട് വളർത്തിയിരുന്ന പശുക്കിടാവിനെ, ആ പശുക്കിടാവാണ് എന്റെ പിന്നിൽ ഈ കാണുന്നത്. ഏതാണ്ട് 3 മാസത്തിലധികം ഗർഭിണിയായിട്ടുള്ള പശുക്കിടാവാണ്. അപ്പം അങ്ങനെ വലിയ സഹായം, അതായത് ഈ കുട്ടികൾക്കുണ്ടായ നഷ്ടം നികത്താൻ പര്യാപ്തമായിട്ടുള്ള സഹായം, സാമ്പത്തിക നഷ്ടം നികത്താൻ പര്യാപ്തമായിട്ടുള്ള സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് വേർപിരിഞ്ഞു പോയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തമായിരുന്നു. ആ ദുഃഖം എപ്പോഴും ഉണ്ടാകും. പക്ഷെ അവരുടെ സാമ്പത്തികമായി അവർക്കുണ്ടായ നഷ്ടം നികത്താൻ ഇതിനകം തന്നെ കേരളം അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. മുത്തി, തീർച്ചയായിട്ടും ജെയിൻ, ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ ജെയിൻ പറയുന്നതൊക്കെ അക്ഷരം വിടാതെ കേട്ട് നിൽക്കുകയായിരുന്നു. കാരണം ഒരു ആശ്വാസവുമായി ഒപ്പം നിൽക്കാൻ കഴിയുക എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട് എന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. നടൻ ജയറാമും നടന്മാരായ മമ്മൂട്ടിയും പൃഥ്വിരാജും ഒക്കെ സഹായം നൽകുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മലയാളികളൊന്നും അത്ര മോശക്കാരൊന്നും അല്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു സഹായമൊക്കെ കിട്ടുക, എപ്പോഴും നമുക്ക് പരിചയമുണ്ട്. ചികിത്സാ സഹായമൊക്കെ അഭ്യർത്ഥിക്കുമ്പോൾ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ, അല്ലെങ്കിൽ ആവശ്യമുള്ളതിൽ കൂടുതൽ തുകയൊക്കെ സമാഹരിക്കാൻ കഴിയുന്ന ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപാട് നല്ല മനുഷ്യർ വാഴുന്ന കേരളം എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം.